everyone, welcome to my YouTube channel Crafting with Love Army. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒത്തന്റിക് ഒഡിയ ഡിഷായിട്ടാണ് ദഹി ബാങ്കൽ. അപ്പോൾ നമ്മുടെ ദഹി ബാങ്കിന് വേണ്ടിയിട്ട് വലിയ ബ്രിഞ്ചോൾ കിട്ടില്ലേ, ഈ ബർത്ത്ഡേക്കൊക്കെ വേണ്ടിയിട്ട് മേടിക്കുന്ന ബ്രിഞ്ചോള്. ആ ഒരു ബ്രിഞ്ചോൾ മേടിച്ചിട്ട് ഞാൻ ഒരു ബ്രിഞ്ചോളാണ് മേടിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനെ അത്യാവശ്യം ചെറിയൊരു തിക്നെസ്സോടുകൂടി ഞാൻ അതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മസാല, ആ സെയിം മസാലയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അത് ഇതിനകത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്സോളം ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട്, ഇത് ഞാൻ അങ്ങനെ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്തെടുക്കുന്നത്, ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു, അതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചോളിന്റെ പീസസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചു കൊടുക്കാം. പീസ് 2 ചെറിയ പീസ് ഇതിനകത്ത് കൊള്ളുള്ളൂ. ചെറിയ ചെറിയ പീസസ് ആയിട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ, ഇതിനി ഒന്ന് ഒരു 3 തൊട്ട് ഒരു 5 മിനിറ്റോളം ഇതിങ്ങനെ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ മസാല എല്ലാം കരിഞ്ഞു പോവും. പിന്നെ ഇത് കുറച്ച് തിക്കായിട്ടുള്ളതുകൊണ്ട്, ഈ പീസ് കുറച്ച് തിക്നെസ് ഉള്ളത് കൊണ്ട് വേവത്തുമില്ല. അപ്പം നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റോളം ഞാൻ ഒരു സൈഡ് വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ മറിച്ചിട്ടിട്ട് അടുത്ത 5 മിനിറ്റും കൂടെ വെച്ചിട്ട് ഞാൻ ഇതിനെ എടുക്കും. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിത് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു സൈഡ് ആയിട്ടുണ്ട്. മറ്റേ സൈഡും കൂടെ ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ കോരി മാറ്റാം. അങ്ങനെ ഞാൻ ആദ്യത്തെ ബാച്ചിലിട്ടതെല്ലാം ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ബാക്കി വരുന്നതും കൂടെ ഞാൻ അതിനകത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുവാണ്. അങ്ങനെ ബാക്കി വന്നതും എല്ലാം ഞാൻ ഇപ്പം ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ 5 മിനിറ്റ് ഇങ്ങനെ കിടക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത 5 മിനിറ്റ് തിരിച്ചിടുക, എന്നിട്ട് കോരിയെടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചോള് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചത്. കുറച്ച് എനിക്ക് വെറുതെ കഴിക്കാൻ വേണം. ഇത് നമുക്ക് ദഹിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പം നമുക്കിനി അത് ദഹിയിലേക്ക് ഇടാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പാക്കറ്റ് തൈരാണ് ഞാൻ പൊട്ടിച്ചൊഴിച്ച് വെച്ചേക്കുന്നത്. ഇത് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പൊട്ടിച്ചൊഴിച്ച് അതേ കൺസിസ്റ്റൻസി തന്നെയാണ് ഇത് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ഉപ്പിട്ടിട്ടില്ല. ചെറിയൊരു പുളിപ്പുണ്ട് ഇതിന്. പിന്നെ ഇതിൽ ഞാൻ ഓൾറെഡി ഉപ്പിട്ടിരിക്കുന്നുണ്ട്. ഇത് ആഡ് ചെയ്ത ശേഷം ഉപ്പിന്റെ ഒരു ഇത് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിട്ട് ഉപ്പ് ആഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് ഈ ദഹിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പൊടിയാതെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നമ്മൾ പതുക്കെ തൈരുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നമുക്കൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലുള്ള ആ ഒരു മസാല നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാം തൈരിലേക്ക് അങ്ങ് ഇറങ്ങും. ഇത് പതുക്കെ ഒന്ന് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട, കാരണം ബ്രിഞ്ചോൾ പെട്ടെന്ന് കുഴഞ്ഞു പോകുമല്ലോ, പൊടിഞ്ഞു പോവും. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ ക്രിസ്പായിട്ടിരിക്കാൻ അരിപ്പൊടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ഇതിങ്ങനെ കുറച്ചൊന്ന് കുതിർത്ത് വെക്കുന്ന പോലെ ഒന്ന് തൈരിലൊന്ന് ഇമ്മേഴ്സ് ചെയ്ത് വെക്കുക ഈ സംഭവം. ഓക്കെ, ഇതിപ്പം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾ ഒരു അരമണിക്കൂറോളം ഇങ്ങനെ തന്നെ നമ്മൾ അടച്ചു വയ്ക്കുക. അപ്പോൾ അതങ്ങനെ അടച്ചു വയ്ക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴേക്കും ഇത് ബ്രിഞ്ചോൾ നന്നായിട്ടൊന്ന് തൈരിൽ കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതെങ്ങനെയായിരിക്കും നോക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇത് തുറക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നേക്കുന്നത്. ഇതിനി ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ആ മസാലയൊക്കെ തൈരിൽ ഇറങ്ങിയിട്ടുണ്ട്. തൈരിൻ്റെ കളറൊക്കെ മാറി എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് അതിനകത്തുള്ള. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പീസ് ഇങ്ങനെ എടുത്തു നോക്കാം. നന്നായിട്ടിങ്ങനെ കുതിർന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ എണ്ണയെല്ലാം തൈരിലേക്ക് ഇറങ്ങിയിട്ട്.
ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു. ഉപ്പ് പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആ മസാലയൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ പാകത്തിനുള്ള ഉപ്പ് തൈരിലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് ജീരകവും കടുവും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചിട്ട് അതും കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല, ഇത് മാത്രമായിട്ടാണ്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചാനലിലെ ബെല്ലൈക്കൺ നിങ്ങൾ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ താങ്ക് യു. ബൈ. ടേക്ക് കെയർ.